ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2026 മാർച്ചിൽ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കിലും കണ്ടന്റിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ പലർക്കും സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് അത് മറച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ കുറേ അടിപൊളി സംഭവം കണ്ടു അല്ലേ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ഒരാളാണെങ്കിൽ യെസ് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെന്നും, ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ഒരാളാണെങ്കിൽ നോ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് അറിയാനാണ് ആർക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടി ഇല്ല എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, ഒരുപാട് കണ്ടന്റ് കൂടിയിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ചിലേക്ക് ഇനി ഏകദേശം ഉള്ളത് 10 മാസങ്ങളാണ്. ഈ 10 മാസങ്ങൾ നിങ്ങൾ ചിട്ടയായി കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാനാവും. അപ്പോൾ നിങ്ങൾ പലരും ഓഫ്ലൈനായി ട്യൂഷന് പോകുന്നവരുണ്ടാവാം. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് ആളുകളായിരിക്കാം. എവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് വേണം. നിങ്ങൾ കൃത്യമായി കൂടെ നിന്ന് കാര്യങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് 10ാം ക്ലാസ്സിൽ കിട്ടുള്ളൂ. ഇത്തവണത്തെ ഫുൾ എ പ്ലസുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് ചെയ്തുമ്പോൾ ഫുൾ എ പ്ലസുകളുടെ എണ്ണം ഒരിക്കൽ കൂടി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിട്ടയായി പഠിക്കണം. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും പഠിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക കൂടെ വേണ്ടത്. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് മികച്ചൊരു മാർക്ക് നേടാനാവും. അപ്പോൾ നമുക്ക് മികച്ചൊരു മാർക്ക് കിട്ടണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു ബെസ്റ്റ് കോച്ച് വേണം അല്ലേ. ഇപ്പോൾ ലോകത്തിലെ ഏത് ബെസ്റ്റ് ടീമിനെ എടുക്കാൻ 2022 വേൾഡ് കപ്പ് നേടിയ അർജൻറ്റീനയാണെങ്കിലും അതിന് ശേഷം ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ ഇന്ത്യയാണെങ്കിലും അല്ലെങ്കിൽ വേൾഡിലെ ഏത് ബെസ്റ്റ് അത്ലറ്റിനെ എടുക്കുകയാണെങ്കിലും അവരെയൊക്കെ സഹായിക്കാൻ ഒരു മികച്ച കോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെയും സഹായിക്കാൻ ഒരു മികച്ച കോച്ച് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ എജ്യൂപോർട്ടാണ്. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ, 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ ഫുൾ എ പ്ലസിലേക്ക് എത്തിക്കാൻ നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. ആ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, അതായത് ഫുൾ എ പ്ലസ് തന്നെ കിട്ടുന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാണ്. അപ്പോൾ സൂപ്പർ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ, ജസ്റ്റ് ഒന്ന് സൂപ്പർ ബാച്ച് എനിക്കൊന്ന് എന്ത് ചെയ്താൽ മതി, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ nafi.ejupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പർ ബാച്ചിനെ കുറിച്ച് കൂടുതലായി മെസ്സേജ് അയക്കുക. ഇത്തരം 10ാം ക്ലാസ്സിലെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് nafi.ejupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു പേജിലൂടെ പറയുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ.